പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിന് കൂട്ടുനിന്ന വിഐപികൾ ആരല്ല? കേരളം അന്വേഷിക്കുന്നത് ഇക്കാര്യമാണ്. കേസിൽ പിടിയിലായ മുഖ്യപ്രതി അനന്തുകൃഷ്ണനെ 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അനന്തുകൃഷ്ണന്റെ വാഹനങ്ങൾ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സന്നദ്ധ സംഘടനകളിലൂടെ ചെയ്ത പ്രോജക്റ്റാണ്. സത്യം പുറത്തുവരും. കേസ് അന്വേഷണം നടക്കട്ടെ. കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ? ഉന്നതർക്ക് പങ്കുണ്ടോ? അനന്തുകൃഷ്ണൻ പറയാനുള്ളത് ഈ തട്ടിപ്പ് പുറത്തു വരുമെന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത്. ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ, വ്യക്തത ഒക്കെ പുറത്തു വരും. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, നമസ്കാരം. ഈ അനന്തുകൃഷ്ണൻ അല്പമേ മാധ്യമങ്ങളോട് സംസാരിച്ചുള്ളൂ എങ്കിലും ഇഡിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ വലിയ വ്യാപ്തി, ഇത് ഏത് തരത്തിലാണ് തട്ടിപ്പ് മുന്നോട്ട് പോയത്, ഇതിന്റെ മാതൃക എങ്ങനെയാണ്, ഈ തട്ടിപ്പിലൂടെ നേടിയ പണം എവിടെയാണ്, എന്തിന് ചിലവഴിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണല്ലോ. മോത്തി അത് തന്നെയാണ്. അതായത് ഇത് കേരളം ഒട്ടുക്ക് നടന്ന ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം നൽകി സ്ത്രീകളെയാണ് ഇത്തരത്തിൽ കബളിപ്പിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ഉടനീളം ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 7,59,00,000 രൂപയുടെ തട്ടിപ്പ് തന്നെ മൂവാറ്റുപുഴയിൽ നടന്നിട്ടുണ്ട്. അതോടൊപ്പം അങ്ങനെ സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിൽ എല്ലായിടത്തും ഇത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പാണ്. പക്ഷേ ഇതിന് പിന്തുണ നൽകിയിരിക്കുന്നത് ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. അതനുസരിച്ച് 5 ദിവസത്തേക്ക് ഈ അനന്തുവിനെ കസ്റ്റഡിയിൽ കൊടുക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനമായിട്ടും കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് പൊതുജനങ്ങളെ വിശ്വാസവഞ്ചന നടത്തി ഈ വാഹനം വാങ്ങുന്നതിൽ നിന്നും ഇത്തരത്തിൽ പണം ശേഖരിച്ച് അത് പലതരത്തിൽ വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഇയാളുടെ വസ്തുവകളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഇയാൾക്ക് 19 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ഈ 19 ബാങ്ക് അക്കൗണ്ടുകളും നിലവിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടത്തിയ പണമിടപാടുകൾ അതും കോടികൾ തന്നെയാണ്. ഏകദേശം 1000-ലധികം കോടിയുടെ ഇടപാടാണ് മൊത്തത്തിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കേസിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതായത് പോലീസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRന്റെ വിവരങ്ങളടക്കം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേരളം എമ്പാടും നടന്ന ഒരു വലിയ തട്ടിപ്പായിട്ട് ഇത് മാറിയിരിക്കുന്നു. ഈ ചതിച്ചെടുത്ത പണം ഇയാൾ ബന്ധുക്കളുടെ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് പ്രാഥമികമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രാഥമികമായ കണ്ടെത്തൽ ഇതൊക്കെയാണെങ്കിലും കൃത്യമായ വിവരങ്ങൾ ഇനി ഇഡി കണ്ടെത്തുമെന്ന് തന്നെ കരുതാം. സാമ്പത്തികമായി എന്ത് തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആട് മാഞ്ചിയം തട്ടിപ്പുകളൊക്കെ. അതിനുശേഷം വളരെ വ്യാപകമായ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ ഈ പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുക, മറ്റുപകരണങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനന്തുകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്.